തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറുന്നു. ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ തിരുപ്പൂരിൽ ആരംഭിച്ചു. ഇന്ന് വേലൂരിലും തിരുപ്പത്തൂരിലുമാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ പര്യടനം. തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക ബി.ജെ.പി. പുറത്തിറക്കിയിട്ടുണ്ട്. ഷാരിഖ് നവാസ് തിരുപ്പൂരിൽ നിന്നും വിജയുടെ റാലിക്കൊപ്പം ചേരുകയാണ്. ഷാരിഖ്, വലിയ ആവേശമുണ്ട്, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താണ് അവിടുത്തെ സാഹചര്യം, വിവരങ്ങൾ? അസിത, സുഹൈൽ, വിജയ് പോകുന്നിടങ്ങളിലെല്ലാം ആൾക്കൂട്ടം ഉണ്ടാവുകയാണ്. ആൾക്കൂട്ടം രാഷ്ട്രീയമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുപ്പൂരിൽ അവിനാശിയിൽ വിജയ് എത്തിച്ചേർന്നപ്പോൾ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായത്. അതിൽ കുരുന്നുകളുണ്ട്, വലിയ യുവാക്കളുണ്ട്, യുവതികളുണ്ട്, അതുപോലെ തന്നെ വയോധികരുണ്ട്, അങ്ങനെ സ്ത്രീകളുണ്ട് ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടമാണ് അവിനാശിയിൽ ഉണ്ടായത്. കരൂർ ദുരന്തത്തെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന പോലെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ് അവിടെ എത്തിച്ചേർന്നത്. കത്തിജ്വലിക്കുന്ന വേനൽ വെയിലും പോലും അവഗണിച്ചാണ് അത്രയും നേരം, അതായത് ഏകദേശം 2 മണിക്കൂറോളം നേരമാണ് ആളുകൾ അക്ഷമരായി കാത്തുനിന്നത് വിജയ് ഒന്ന് കാണാൻ വേണ്ടി. തമിഴ് വെട്ടിക്കഴകം അധ്യക്ഷനായ വിജയ് ഒന്ന് കാണാനും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടതാരമായ വിജയ് ഒന്ന് കാണാനും വലിയ ക്ഷമയോടെ അത്രയും നേരം, അതായത് 2 മണിക്കൂറോളം പൊരിവെയിലത്താണ് ആളുകൾ കാത്തുനിന്നത്. അവസാനം വിജയുടെ റോഡ് ഷോ കടന്നു പോയതിനു ശേഷം വലിയ ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തന്നെ ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട്. ഇപ്പോഴും തിരുപ്പൂർ, അതായത് ഈ തിരുപ്പൂർ സേലം ഹൈവേ ഇപ്പോഴും ഗതാഗത കുരുക്കിലാണ്. ഇവിടെ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. ഈ ആൾക്കൂട്ടം വോട്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാരണം ഇവിടെ ചേരുന്ന ആൾക്കൂട്ടത്തിലെല്ലാം ചെറിയ കുട്ടികളുണ്ട്, വലിയ അതുപോലെ തന്നെ യുവതി യുവാക്കളുണ്ട്. ഇവർക്കൊക്കെ വോട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. എന്നാലും ഈ വലിയ ഓളം ഈ തെരഞ്ഞെടുപ്പിൽ, തമിഴ്നാട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ വിജയുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ടി.വി.കെക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വലിയൊരു നിർണായക ശക്തിയായി ടി.വി.കെ മാറിക്കഴിഞ്ഞു. കാരണം എം.ജി.ആറിന്റെ കാലം മുതൽ തന്നെ തമിഴ്നാട്ടിൽ താരരാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമാണ് ഇവർ നൽകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ക്രൗഡ് ഫുള്ളറായ മാസായ ഒരു നടൻ കൂടിയാണ് വിജയ്. അപ്പൊ ആ വിജയെ ഇഷ്ടത്തോടെയാണ് ഈ ആളുകൾ കാണാനെത്തുന്നത്. ഇത്തരത്തിൽ വലിയൊരു മാസ് റാലി തന്നെയാണ് വിജയ് പോകുന്നിടങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ഈ ഡി.എം.കെക്കും അതുപോലെ തന്നെ എ.ഐ.എ.ഡി.എം.കെക്കും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. കാരണം വിജയ് പിടിക്കുന്ന വോട്ട് അനുസരിച്ച് ഉണ്ടാവും ഓരോ മണ്ഡലങ്ങളിലെയും വിധി നിർണയത്തിൽ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുക. അത്തരത്തിൽ വലിയൊരു നിർണായക ശക്തിയായി ടി.വി.കെ മാറുന്നു. ഇനി അടുത്ത പെരുമാനെല്ലൂരിലാണ് വിജയുടെ റോഡ് ഷോ അരങ്ങേറുന്നത്. അതിനുശേഷം വിജയ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ എവിടെ ചെന്നാലും ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കുകയാണ് വിജയ്, അതുപോലെ തന്നെ ഈ ടി.വി.കെയുടെ പാർട്ടിയും. അസിത, സുഹൈൽ, എന്തായാലും ടി.വി.കെ അധ്യക്ഷൻ വിജയെ കാണാനെത്തുന്നതാണോ, നടൻ വിജയെ കാണാനെത്തുന്നതാണോ ഈ ആൾക്കൂട്ടം എന്ന കാര്യം അതിന് വോട്ടാകുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.